ഹായ് എവ്രി വൺ. FIUGP MDC മാത്സ് ക്ലാസ്സിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന കുറച്ച് ട്രിക്സാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഗിവൺ നമ്പർ 999, 999 എക്സെട്ര. മെത്തേഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മൾട്ടിപ്ലൈ 3893 ബൈ 99 തന്നിട്ടുണ്ട് അല്ലേ. അതെങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 99 വെച്ചിട്ടാണല്ലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ 2 9s ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 2 zeros ആഡ് ചെയ്ത് കൊടുക്കണം. എന്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം? നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെന്തായിട്ട് മാറി? 38930 ആയിട്ട് മാറിയില്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീറോസ് ആഡ് ചെയ്ത മൾട്ടിപ്ലിക്കൻറ്റിൽ നിന്നും എന്ത് കുറയ്ക്കണം? നമ്മുടെ ഒറിജിനൽ മൾട്ടിപ്ലിക്കൻറ്റിനെ കുറയ്ക്കണം. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്തത് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഗിവൺ നമ്പർ 11, 101, 1001, 1001 എക്സെട്ര. മെത്തേഡിൽ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 10n+1 ഒന്നുമില്ല, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 4782 × 11 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് 10⁻1+1 ആണ് 11 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പവർ എന്താ വന്നത്? 1 ആണ് വന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കൻറ്റിലേക്ക് ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 47820 എന്ന് വരും അല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് ഒറിജിനൽ മൾട്ടിപ്ലിക്കൻറ്റിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 47820 + 4782 എന്ന് വരും. ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ആൻസറും മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറും ഈക്വൽ ആയിരിക്കും. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 15, 25, 35 എക്സെട്ര. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 7054 × 15. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് 15ൻ്റെ ഡബിൾ എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലിക്കൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസറിനെ /2 ചെയ്യുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഗിവൺ നമ്പർ ബൈ 5, 25, 125 എക്സെട്ര. 5ൻ്റെ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. 4739 × 25 ആണ്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ ആണല്ലേ 25. അപ്പോൾ പവറായിട്ട് വന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കൻറ്റിന് 2 zeros ഇട്ട് കൊടുക്കണം. ആ zeros ഇട്ട് കൊടുത്ത മൾട്ടിപ്ലിക്കൻറ്റിനെ /2 ചെയ്യണം. 2 ചെയ്യുമ്പോൾ 2ൻ്റെ പവർ നോക്കണം. 5ൻ്റെ പവർ എന്തായിരുന്നോ അത് തന്നെയായിരിക്കണം 2ൻ്റെയും പവർ കൊടുക്കേണ്ടത്. 5 സ്ക്വയർ ആയതുകൊണ്ട് തന്നെ 2ഉം സ്ക്വയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അടുത്തത് വരുന്നത് സ്ക്വയേഴ്സ് ആണ്. ടു സ്ക്വയർ എനി നമ്പർ എൻഡിങ് വിത്ത് 5. 5ൽ എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ കാണാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഈ ഇക്വേഷൻ നോക്കുക. a5² = a × a+1 25 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 25ൻ്റെ സ്ക്വയർ കാണാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനിൽ a ഉള്ള സ്ഥലത്തെല്ലാം ആരെ കൊടുക്കണം? 2നെ കൊടുക്കണം. 25ൻ്റെ 2 ആണ് അവിടെ കൊടുത്തത്. ഇനിയിപ്പോൾ സൈഡിലെ ക്വസ്റ്റ്യൻസിൽ 45 ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ 2 കൊടുത്ത സ്ഥലത്തെല്ലാം ആരെ കൊടുക്കേണ്ടി വരും? 4ന് കൊടുക്കേണ്ടി വരും. നമുക്ക് എന്താ കിട്ടിയത്? 25ൻ്റെ ചെയ്തപ്പോൾ 2 × 2 + 1 25 എന്ന് കിട്ടി. 25നെ നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, അത് ജസ്റ്റ് ഇറക്കി എഴുതിയെടുത്താൽ മാത്രം മതി, ഇൻറ്റു ചെയ്യേണ്ടതല്ല. 2 + 1 3 ആണെന്ന് കിട്ടി. പിന്നെ 2 × 3 ചെയ്തു, അത് 6 ആണെന്ന് കിട്ടി. 25നെ അതുപോലെ ഇറക്കി എഴുതി. ഓക്കെ. അപ്പോൾ അടുത്തത് വരുന്നത് എല്ലാ ഡിജിറ്റും 1 ആണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നാണ്. ഫോർ എക്സാമ്പിൾ 11 ആണെങ്കിൽ അവിടെ എത്ര 1 ഉണ്ട്? 2 1 ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 1 2. ഇപ്പം നമ്മൾ എന്ത് ഓർഡറിലാണ് എഴുതിയത്? അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയത്. ഇനി ആ താഴേക്ക് ഡിസെൻഡിങ് ഓർഡറിലും കൂടെ എഴുതുമ്പോൾ എങ്ങനെ വരും? 1ഉം കൂടെ വരും. അങ്ങനെയാണ് 1 2 1 എന്ന് വന്നത്. മനസ്സിലാകാത്തവർക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 3 1 ആണ് വന്നിട്ടുള്ളതെങ്കിൽ 1 2 3 വരെ വരും. അസെൻഡിങ് ഓർഡറിലാണ് നമ്മളത് എഴുതിയത്. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 2ഉം 1ഉം കൂടെ വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി അങ്ങനെയാണെങ്കിൽ 222ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുക? 2 × 111 അല്ലേ. അപ്പോൾ 2² 4ഉം 111ൻ്റെ നമുക്കറിയാം 1 2 3 2 1 ആണെന്ന്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്തത് ഡിവിഷനാണ്. അതിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്.
ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇനി ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് എന്താ ഡിവൈസർ എന്താണെന്നൊക്കെ അറിയണമല്ലേ. അതിൽ എ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഡിവിഡൻഡ്, ബി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഡിവൈസർ, മുകളിൽ കൊടുത്തിരിക്കുന്നത് ക്യൂ എന്ന് പറയുന്നത് കോഷ്യൻ്റ്, താഴെ വരുന്നത് റിമൈൻഡർ. ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണിത്. ഈ ഒരു സെഷൻ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.